നമ്മളിപ്പോ ചെയ്തുകൊണ്ടിരിക്കുന്നത് നമ്മുടെ ആകെയുള്ള ഇപ്പൊ നമുക്ക് വന്നിട്ടുള്ള പ്രശ്നങ്ങളൊന്നും ഇതാണ്. അതായത് ഈ ചില സമയത്ത് അതില് പ്രിന്റില് കാണിക്കില്ല, എമൗണ്ട് മാത്രമേ വരുന്നുള്ളൂ, സൈഡിൽ ഡിസ്ക്രിപ്ഷൻ വരുന്നില്ല പ്രൊഡക്റ്റിന്റെ. അത് നമ്മൾ സെക്കൻഡ് ലാംഗ്വേജ് നമ്മൾ ഗൂഗിളിൽ നിന്ന് കൺവേർട്ട് ചെയ്ത് പേസ്റ്റ് ചെയ്ത് സെക്കൻഡ് ലാംഗ്വേജിൽ ഇട്ട് സേവ് ചെയ്തായിരുന്നു. അതുകൊണ്ടാണ് അറിയില്ല. കൺവേർട്ട് ചെയ്യണ്ട, അത് നമ്മളിപ്പോ ചെയ്തത് ഫുള്ളി ഓഫ്ലൈൻ ആയിട്ടുള്ള ഒരു മെത്തേഡ് തരാം. ഓക്കെ ഓക്കെ ഓക്കെ. അതിനകത്ത് പിന്നെ ഈ പറഞ്ഞ പ്രശ്നം ഉണ്ടായില്ല. ഓക്കെ. പിന്നെ ഫോണ്ട് അക്സെപ്റ്റ് ചെയ്തില്ലെങ്കിൽ എന്തെങ്കിലും വരാൻ നേരത്താണ് അത് പ്രിന്റ് ആകേണ്ടി വരുന്നത്. ഓക്കെ ഓക്കെ ഓക്കെ. ഇതിപ്പോ നമ്മൾക്ക് സോഫ്റ്റ്വെയർ നിങ്ങൾ തന്നിട്ട് നമ്മളിവിടെ ഇൻസ്റ്റാൾ ചെയ്ത് കൊടുത്തു, പ്രിന്ററും കാര്യങ്ങളും അതും അതിന്റെ ടാഗ് അടിക്കുന്ന എല്ലാം നമ്മൾ ഇവിടുന്ന് സെറ്റപ്പ് ചെയ്ത് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ പിന്നെ എങ്ങനെയാണ് ഇപ്പൊ നമ്മൾ ഇതിന്റെ ഡീലിംഗ് ഉണ്ടാകുക? നിങ്ങളത് ഇൻസ്റ്റലേഷൻ ചെയ്ത് കൊടുക്കുമ്പോൾ സോഫ്റ്റ്വെയർ ഉൾപ്പെടെയാണല്ലോ കൊടുക്കുന്നത്. അതെ. സോഫ്റ്റ്വെയർ വേണമെന്നുണ്ടെങ്കിൽ AMC ത്രൂ വെക്കണമെങ്കിൽ അങ്ങനെ വെക്കാം. AMC ത്രൂ എന്ന് പറയുമ്പോ വർഷം സർവീസ് ചാർജ് മേടിക്കത്തക്ക രീതിയില്ലേ? ഓക്കെ ഓക്കെ. അങ്ങനെയാണെങ്കിൽ അങ്ങനെ വെക്കാം. അല്ലാതെ എങ്ങനെയാ വെക്കുന്നത്? അതല്ലാതെ ഇവിടെ ഇന്ത്യയിലൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഉണ്ടല്ലോ, നമുക്ക് ലൈഫ് ടൈം ആയിട്ട് കൊടുക്കേണ്ടി വരും. ഇത് ഇന്ത്യയിലല്ല. അല്ല, ഞാൻ പറയുന്നത് ഇന്ത്യൻ കസ്റ്റമേഴ്സിന് ലൈഫ് ടൈം ആണ് ഇഷ്ടം. അതേസമയം ഗൾഫ് കസ്റ്റമേഴ്സിന് AMC ഉള്ളതാണ് ഇഷ്ടം. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ AMC ഉള്ളപ്പോൾ സർവീസ് ഉണ്ടെന്ന് നമുക്ക് ഉറപ്പുണ്ട്. ഇന്ത്യൻ കസ്റ്റമേഴ്സ് പക്ഷെ അത് ചിന്തിക്കുന്നില്ല, എന്താണെന്ന് അറിയത്തില്ല. അവർക്ക് AMC 2000 രൂപ 3000 രൂപ എന്ന് പറയുമ്പോൾ തന്നെ ഭയങ്കര ടെൻഷനാണ്. അത് കുഴപ്പമില്ല. ഇപ്പം പിന്നെ നമ്മളിപ്പോ എന്താ ചെയ്യേണ്ടത്? നമ്മള് സ്റ്റാർട്ടിങ്ങിൽ നമ്മളിപ്പോ കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ കൊടുക്കാനായിട്ടാണെന്നുണ്ടെങ്കിൽ നമുക്കിപ്പോ സോഫ്റ്റ്വെയർ അത് വേണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒന്ന് ലോഗോ കാര്യങ്ങളൊക്കെ വേണം, സോഫ്റ്റ്വെയറിന്റെ പേര് തരണം, പിന്നെ ഇമെയിൽ ID കോൺടാക്ട് നമ്പർ എല്ലാം തന്നെ ഈ സോഫ്റ്റ്വെയറിനകത്ത് ഇടണ്ടേ. പിന്നെ ഇത്ര ഡീറ്റെയിൽസ് എല്ലാം തന്നതിന് ശേഷം പിന്നെ നമുക്ക് ഇവിടുന്ന് സെറ്റപ്പ് ഫയൽ ബിൽഡ് ചെയ്ത് തരും, പ്ലസ് ലൈസൻസ് ക്രിയേറ്റ് ചെയ്യാനുള്ള പാനലുകളെല്ലാം തരും. അപ്പൊ അതിനകത്ത് കസ്റ്റമേഴ്സിന്റെ ലൈസൻസുകൾ ക്രിയേറ്റ് ചെയ്യാം, ഇഷ്ടംപോലെ കസ്റ്റമേഴ്സിന് കൊടുക്കാം. അൺലിമിറ്റഡ് ആയിട്ട് നമുക്ക് എത്ര കസ്റ്റമേഴ്സിന് വേണമെങ്കിൽ ഇത് ഇൻസ്റ്റാൾ ചെയ്ത് കൊടുക്കാൻ പറ്റും. പിന്നെ പ്രൊഡക്റ്റുകൾ ആഡ് ചെയ്യാനും മറ്റു കാര്യങ്ങളൊക്കെ ആയിട്ട് നമുക്ക് എക്സൽ ഷീറ്റ് വഴി പ്രൊഡക്റ്റുകളും ആഡ് ചെയ്യാം. വളരെ സിമ്പിൾ ആയിട്ട് തന്നെ പ്രൊഡക്റ്റുകളും ആഡ് ചെയ്യാൻ പറ്റും ഇതിനകത്ത്. അതൊക്കെ ഞാൻ ചെയ്തിട്ടുണ്ട്. അതൊക്കെ ഓൾറെഡി പ്രൊഡക്റ്റ് ആഡ് ചെയ്യലും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. അതും വളരെ സിമ്പിൾ, വലിയ കോംപ്ലിക്കേഷൻ ഒന്നും ഇല്ല. അതൊക്കെ ഞാൻ ഓൾറെഡി ചെയ്തു. അപ്പോ നമ്മള് ഇപ്പൊ ഇവിടുന്ന് കൊടുക്കുകയാണ് എന്നുണ്ടെങ്കിൽ നമുക്കിപ്പോ എങ്ങനെയാ അത് ലൈസൻസ് നിങ്ങൾ തരുന്നത്? ഞങ്ങൾ തരുന്ന ലൈസൻസാ ഒരു ലൈസൻസ്ഡ് വേർഷൻ നിങ്ങൾ തരുന്നത് എത്ര, എങ്ങനെ നമ്പേഴ്സോ കാര്യങ്ങളോ എന്തെങ്കിലും ഉണ്ടോ? നമ്പേഴ്സ് ഇല്ല, ഇത് ഇഷ്ടംപോലെ ലൈസൻസ് ആയിട്ട് ക്രിയേറ്റ് ചെയ്യാവുന്ന പാനലാണ്. അത് കയ്യിൽ തന്നെ ആ പാനലിൽ മാത്രം സൂക്ഷിച്ചു വെച്ചാൽ മതി, ആർക്കും ആക്സസ് കൊടുക്കരുതാൽ മതി, യൂസർ ID പാസ്വേഡ്. അതിനകത്ത് അൺലിമിറ്റഡ് ആയിട്ട് ലൈസൻസ് ക്രിയേറ്റ് ചെയ്യാം. ഇപ്പൊ നമുക്കിപ്പോ ഇതിനൊരാളെ വെച്ചു, ഒരു സെയിൽസ്മാൻ ഇതിനായിട്ട് വെച്ചു. ആ സെയിൽസ്മാനെ നമ്മൾ ഇതിന്റെ മൊത്തം ഇത് ഇൻസ്റ്റാൾ ചെയ്ത് കൊടുക്കുന്നത് മുതലെല്ലാം നമ്മൾ അവർക്ക് പഠിപ്പിച്ചു കൊടുക്കണം. അപ്പൊ നമ്മളിപ്പോ എന്താ ഉദ്ദേശിക്കുന്നത് എന്താ വെച്ചാല്, നമ്മൾ ഓൾറെഡി ഇപ്പൊ നമ്മളിതൊന്ന് മാർക്കറ്റ് ചെയ്യും. നമ്മൾ ഓരോ ഷോപ്പിൽ പോയിട്ട് നമ്മളൊരാൾ സെയിൽസിന് ഒരാളെ വെച്ചിട്ട് ഓരോ ഷോപ്പിൽ പോയിട്ട് നമ്മൾ ഇതിന്റെ കുറച്ച് അഡ്വാൻറ്റേജ് കാര്യങ്ങൾ നമ്മള് പറഞ്ഞു കൊടുക്കും. എന്നിട്ട് ഈ കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുത്തിട്ട് അവർക്ക് നമ്മൾ തന്നെ പോയിട്ട് എല്ലാം നമ്മുടെ മെഷീൻ തന്നെ, ഈ മെഷീൻ തന്നെ റെപ്സോളിന്റെ പ്രിന്റ് ചെയ്യുന്ന മെഷീനും കാര്യങ്ങളും എല്ലാ പ്രിന്റിങ്ങിന്റെ എല്ലാ ഐറ്റംസും നമ്മൾ തന്നെ ഡയറക്റ്റ് അവർക്ക് സെയിൽ ചെയ്യും. എന്നിട്ട് മൊത്തം ഒരു ഫുൾ സെറ്റ് ആണ് നമ്മൾ അവർക്ക് കൊടുക്കുന്നത്. തീർച്ചയായിട്ടും ഒരു ഫുൾ സെറ്റ് ആയിട്ട്, അതായത് സിംഗിൾ സോഫ്റ്റ്വെയർ വേറെ ഇത് വേറെ അങ്ങനെ കൊടുക്കണില്ല. സിസ്റ്റം മാത്രം അവർക്ക് വേണമെങ്കിൽ അവരുടെ അടുത്ത് ഉണ്ടെങ്കിൽ അവരുടെ അടുത്ത്, ഇല്ലാന്നുണ്ടെങ്കിൽ കൂടുതലുണ്ടല്ലോ. ഇപ്പൊ വേറെ ഏതെങ്കിലും സോഫ്റ്റ്വെയർ ഉപയോഗിച്ചിട്ട് പറ്റാത്ത ആൾക്കാർ ഇതിലേക്ക് കൺവേർട്ട് ആകുന്ന അങ്ങനത്തെ സംഭവം ഉണ്ട്. അതാണ് അവരെയാണ് നമ്മൾ പോയിട്ട് ക്യാച്ച് ചെയ്യാൻ പോകുന്നത്. അവരെയാണ് നമ്മള് പോയിങ്ങോട്ട് ഓരോ സ്ഥലത്തും പോയിങ്ങോട്ട് അവർ ഇതാക്കാൻ പോകുന്നത്. സെയിൽസിന്റെ ഓൾറെഡി നമ്മൾ ഒരാളെ ആക്കിയിട്ടുണ്ട്.
നമ്മൾ പ്രസന്റ്ലി നമ്മൾ എന്താ ചെയ്യുന്നത് വെച്ചാൽ നമ്മളിവിടെ സ്പോർട്സിന്റെ ഷോപ്പും ഈ അക്കാദമിക് ബേസിൽ നമ്മൾ സാധനങ്ങൾ പർച്ചേസ് ചെയ്ത് സാധനങ്ങൾ കൊടുത്തുകൊണ്ടിരിക്കുക. നമ്മൾ ഇപ്പം ഇവിടെ ഈ നമ്മുടെ നാട്ടിലെ നിവ്യയുടെയും SGയുടെയും ഒക്കെ ഇവിടുത്തെ ഹോൾസെയിൽ ഡിസ്ട്രിബ്യൂട്ടറാണ് ഞങ്ങൾ. ഓ ശരി ശരി, വെരി ഗുഡ് വെരി ഗുഡ്. പിന്നെ പിന്നെ ആഷ്വാഡ് അമേരിക്കയുടെ കുറച്ച് സാധനങ്ങളൊക്കെ ഉണ്ട്. അപ്പൊ അതിന്റെ കൂടെ നമ്മുടെ അടുത്ത് നമുക്കൊരു സെയിൽസിന് പറ്റിയ ഒരാൾ ഇപ്പൊ കയ്യിലുണ്ട്. അപ്പൊ പുള്ളി ത്രൂ വഴി നമ്മളൊന്ന് ഇതൊന്ന് ട്രൈ ചെയ്ത് എന്താ വെച്ചാൽ ഇത് നമ്മൾ കാണിച്ചു കൊടുത്തവർക്കൊക്കെ ഇഷ്ടപ്പെട്ടിട്ടുണ്ട്. ഇപ്പൊ നമ്മൾ ഇതിൽ കാറ്റലോഗ് ഉണ്ടാക്കാനുള്ളതും ഇപ്പൊ നമ്മൾ ഇതിനും ഈ പ്രൊഡക്റ്റിന് നമ്മൾ ഓരോ സ്കൂളിനൊക്കെ കൊടുക്കുമ്പോൾ അവർക്ക് കാറ്റലോഗ് ആയിട്ടാണ് നമ്മൾ കൊടുക്കുന്നത്. അതായത് സ്കൂളിന്റെ എൻക്വയറി വരുമ്പോൾ അവർക്ക് വേണ്ട പ്രൊഡക്റ്റിന് വരുമ്പോൾ നമ്മൾ അപ്പം തന്നെ ഇതില് ഒരു കാറ്റലോഗ് ആണെങ്കിൽ അവർക്ക് വേണ്ട സാധനങ്ങൾ ഇതിന്റെ കാറ്റലോഗ് ഉണ്ടാക്കും, അവർക്ക് അങ്ങ് അയച്ചു കൊടുക്കും. അപ്പോ അത് ഒരു വളരെ എളുപ്പമുള്ള കാര്യമാണ്. അപ്പൊ അതിങ്ങനെ നമ്മൾ ഓരോരുത്തരുടെ അടുത്ത് പോയി ഇങ്ങനെ ഇന്ത്യയിലെ തന്നെ ലോകത്തിൽ തന്നെ ആരെങ്കിലും ഇല്ല ഈ ടെക്നോളജി കാറ്റലോഗിന്റെ ഒക്കെ. അപ്പൊ നമ്മൾ ഇതിനായിട്ട് സ്പെഷ്യൽ വീഡിയോ ഉണ്ടാക്കി ഇങ്ങോട്ട് ഖത്തറിൽ ഒന്ന് പിന്നെ ഇത് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. നല്ല രീതിയിൽ ബൂസ്റ്റ് ആവും, നല്ല രീതിയിൽ ബൂസ്റ്റ് ആവും. ഒന്ന് ബൂസ്റ്റ് ചെയ്തിട്ട് അപ്പൊ നമുക്കിപ്പോ കറന്റ്ലി ഉള്ള ആവർക്ക് നമ്മളെ ലൈസൻസ് അണ്ടർ സ്പോർട്സിന്റെ അക്കാദമിന്റെ അണ്ടർ ലൈസൻസിലാണുള്ളത്. ഓ ശരി. അപ്പൊ നമ്മൾ അതിലേക്ക് ഇത് ആഡ് ചെയ്യണം. നിങ്ങൾ ഈ ഇത് പിന്നെ ഈ IT-യുടെ റിലേറ്റഡ് നമ്മൾ അതിലേക്ക് ആ ലൈസൻസിലേക്ക് ആഡ് ചെയ്യണം. അപ്പൊ നമ്മളത് ഈ ആഡ് ചെയ്യുന്നതിന്റെ മുന്നേ നമ്മൾ സാമ്പിൾ ആയിട്ട് ഒരു 4-5 പീസ് നമ്മളിവിടെ എത്തിക്കാൻ ഉദ്ദേശിച്ചിട്ടുണ്ട്. നമുക്ക് ഓരോ സെയിലൊക്കെ ചെയ്തു തുടങ്ങാം, കുഴപ്പമൊന്നുമില്ല. അല്ല, അതിന് മുന്നേ നമ്മളൊരു 4-5 ഒരു 5 യൂണിറ്റ് കൊടുക്കാൻ പറ്റുന്നതിന് ആവശ്യമായ സാധനങ്ങൾ മുഴുവൻ നമുക്ക് നമ്മളവിടെ എത്തിച്ചിട്ട് നമ്മൾ തുടങ്ങാനാണ് ഉദ്ദേശിച്ചത്. ഖത്തറിൽ ഇഷ്ടംപോലെ പ്രിന്റർ കിട്ടുന്നുണ്ട്, ഇവിടുന്ന് എത്തിക്കേണ്ട ആവശ്യമില്ല, ഇവിടുന്ന് എത്തിക്കാൻ ഭയങ്കര ചാർജ് ആവും. അവിടെ ഉണ്ട്, പക്ഷെ നിങ്ങൾ മറ്റേ ആ പ്രിന്റർ ഞാൻ അവിടെ നോക്കിയിട്ട് കാണുന്നില്ല, മറ്റേ റെപ്സോളിന്റെ. ഓൾമോസ്റ്റ് എല്ലാ പ്രിന്ററും നമ്മുടെ സോഫ്റ്റ്വെയർ കോമ്പാക്റ്റബിൾ ആണോ? പിന്നെ എല്ലാ ടാഗ് പ്രിന്റ് ചെയ്യാൻ പറ്റതേ എനിക്കത് ഏത് ബാർകോഡ് പ്രിന്റർ എടുത്താലും കണക്ട് ചെയ്യാൻ പറ്റും. കണക്ട് ചെയ്യാൻ പറ്റില്ല. അല്ല, കണക്ട് ചെയ്യുന്നതിനല്ല വിഷയം, ടാഗ് പ്രിന്റ് ചെയ്യാൻ പറ്റിയ പ്രിന്റർ ഇവിടെ ഉണ്ടോ എന്നുള്ളതാണ് ഞാൻ നോക്കുന്നത്. പിന്നെ തീർച്ചയായിട്ടും ഉണ്ട്. ഓൾമോസ്റ്റ് എല്ലാ പ്രിന്ററിലും ടാഗ് പ്രിന്റ് ചെയ്യാവുന്നേ ഉള്ളൂ. ഇതെല്ലാം അകത്തുനിന്ന് ഒന്നാ, പുറത്തുനിന്ന് മാത്രം ബോഡിക്ക് ഡിസൈൻ ഉണ്ടെന്ന് മാത്രമേ ഉള്ളൂ. ചൈന ചെന്നെങ്കിൽ ഇതെല്ലാം ഉണ്ടാക്കുന്ന ഒരു സ്ഥലത്ത് തന്നെ ഹെഡൊക്കെ. ചൈനയിൽ നിന്ന് കിട്ടുന്നുണ്ടെങ്കിൽ ഞങ്ങൾക്ക് എല്ലാ സാധനം ചൈനയിൽ നിന്ന് വരുത്താൻ കഴിയും, അത് വിഷയമല്ല. ചൈനയിലെ കോണ്ടാക്ട്, ഞാൻ ചൈനയ്ക്ക് കഴിഞ്ഞ ദിവസം പോയിട്ടുണ്ടായിരുന്നു. അപ്പൊ അവിടെ ഉള്ള കുറെ കോണ്ടാക്ട് നമ്പർ ഞാൻ തരാം. നേരത്തെ ഫാക്ടറിയിലെ ഞാൻ വിസിറ്റ് ചെയ്തു, ഞാൻ 28ഓളം ഫാക്ടറികൾ വിസിറ്റ് ചെയ്തിട്ടുണ്ട് അവിടെ ചൈനയില്. ഉണ്ടായിരുന്നു തന്നെ. നമ്മള് പിന്നെ ഇപ്പൊ നിങ്ങളെ കയ്യിലുള്ള മെഷീന് ഇപ്പൊ ഓൾറെഡി ഉണ്ടല്ലോ, ഈ പ്രിന്ററിന്റെയും ഈ പ്രിന്റ് ചെയ്യുന്നുണ്ടല്ലോ, അത് നമ്മളിപ്പോ അവൈലബിൾ ഉണ്ടെങ്കിൽ അത് നമുക്ക് വേണമെങ്കിൽ കൊണ്ടുവരായിരുന്നു, കുഴപ്പമില്ലായിരുന്നു. കൊണ്ടുവരാൻ കുഴപ്പമൊന്നുമില്ല, പക്ഷെ ഇവിടെ ഷിപ്പിംഗ് ചാർജ് വരുമ്പോൾ നേരത്തെ വലിയ എക്സ്പെൻസ് ആവും. അതുകൊണ്ട് ഞാൻ പറഞ്ഞതേ ഉള്ളൂ, നമുക്ക് ഓൾറെഡി ഒരു ഷിപ്പിംഗ് വരുമ്പോ അതിന്റെ കൂടെ ചെയ്യാമെന്ന് ഉദ്ദേശിച്ചിട്ടാണ്. ശരി, അങ്ങനെ കുഴപ്പമില്ല. നമുക്ക് കുറച്ച് ഷിപ്പിംഗ് പോകുന്നത് അതിന്റെ കൂട്ടത്തിൽ കൂടത്തിൽ ചെയ്യാം. അപ്പൊ നമുക്ക് ഒരു ഫ്രൈഡേ നമുക്ക് പറയാം, നമുക്ക് ഇന്ത്യയിൽ 5000 രൂപയ്ക്ക് ഒരു പ്രിന്റർ കിട്ടുവാണെന്നുണ്ടെങ്കിൽ ഖത്തറിലേക്ക് കൺവേർട്ട് ചെയ്യുമ്പോൾ ഉള്ള പൈസയിലേക്കാളും കുറവായിരിക്കും ഖത്തറിൽ നേരിട്ട് വരുത്തിക്കാൻ. കാരണം ഇന്ത്യയിൽ വരാത്തടത്തുള്ള കുഴപ്പം എന്താണെന്ന് വെച്ചാൽ ഇപ്പൊ $100 ഉണ്ടെങ്കിൽ ഒരു സാധനത്തിന് $100 കൂടി നമ്മൾ ഇമ്പോർട്ട് ഡ്യൂട്ടി അടയ്ക്കണം. പിന്നെ 18% GST അടയ്ക്കണം. എക്സ്പോർട്ടിന് GST വേണ്ട, ഇമ്പോർട്ടിന് നമ്മളിവിടെ വരുത്തി വെക്കുമ്പോഴേ. അല്ല, ഈ റെപ്സോളൊക്കെ നാട്ടിൽ ചെയ്യുന്നതല്ല, ഇവിടെ ഉണ്ടാക്കുന്നൊന്നുമല്ല, ഇതെല്ലാം ചൈനയിൽ നിന്ന് തന്നെ. അത് ചൈനന്നാ? ഞാൻ വിചാരിച്ചത് അവിടെ മുംബൈയിലോ ഡൽഹിയിലോ ഉണ്ടാക്കുന്നതാണെന്നാ വിചാരിച്ചത്. ഇതിനല്ല തെർമൽ ഹെഡ് എന്നുള്ള സാധനം ഇന്ത്യയിലൊന്നും പ്രൊഡക്ഷനേ ഇല്ല ഇതിന്റെ. പിന്നെ ഇതിന്റെ മദർ ബോർഡില്ലേ PCB, അതെല്ലാം ചൈന, ബോഡി ഉൾപ്പെടെ ചൈന. ഇന്ത്യയിൽ നല്ല കെമിക്കൽ പോലും കിട്ടാനില്ല, ABC കെമിക്കല് ഇതിന്റെ ബോഡി ഉണ്ടാക്കാനുള്ള. എന്നാലും എനിക്ക് ആ നമ്പർ തന്നാൽ മതി, ഞാൻ അവിടുന്ന് ആ സാധനം ഡയറക്റ്റ് ഇങ്ങോട്ട് എത്തിച്ചോളാം. ഞാനൊരു 10-28 ഫാക്ടറിയുടെ നമ്പർ തരാം, അത് നേരിട്ട് വരും. അതിനകത്ത് അത് എടുക്കുന്നുണ്ടല്ലോ, എന്നെ ജസ്റ്റ് ഒന്ന് ഫോട്ടോ എനിക്കൊന്ന് കാണിച്ചു തരാം ഏതൊക്കെ എടുക്കണമെന്ന്. ഈവൻ മോണിറ്റർ എടുക്കുമ്പോഴാണെങ്കിൽ ഏത് ആദ്യം എടുക്കുമ്പോൾ മാത്രം എനിക്കൊന്ന് ഫോട്ടോ കാണിച്ചു തന്നാൽ മതി. സപ്പോസ് POS മെഷീൻ എടുക്കുവാണെങ്കിൽ എനിക്ക് അതിന്റെ സ്പെസിഫിക്കേഷൻ ഒന്ന് കാണിച്ചു തരണം. ഇപ്പൊ നമ്മളുള്ളത് തന്നെ സെയിം എടുത്താലോ എന്ന് ആലോചിക്കാം, അതാകുമ്പോ നമുക്ക് ഈസിയാണ്, എങ്ങനെയാണ് ചെയ്യേണ്ടത് എന്താണെന്നുള്ളത് അറിയാം. അപ്പൊ അതില് ഇതൊക്കെ ടാഗും ഈ പ്രിന്റിങ്ങിന്റെ അതൊക്കെ അവിടെ തന്നെ എടുക്കുന്നത് ചൈനയിൽ തന്നെ. ഇല്ല, ടാഗും പക്ഷെ ശരിക്കും പറഞ്ഞാൽ വരുന്നത് ചൈനയിൽ നിന്നാണ് വലിയ ജംബോ റോളായിട്ട്.
ഇവിടെ ചെന്ന് കട്ട് ചെയ്ത് ചെറിയ റോളകളാക്കി മാറ്റുകയാണ് ഇവിടുത്തെ ഫാക്ടറികൾ. ഓ അല്ലാണ്ട് അങ്ങനെയല്ലേ. ഇന്ത്യയിൽ ഇതിന്റെ ഒന്നും പ്രൊഡക്ഷൻ ഇല്ല. തെർമൽ പേപ്പറിന് പോലും പ്രൊഡക്ഷൻ ഇന്ത്യയിൽ ഇല്ല. ഇല്ലല്ലേ, അവിടെ തന്നെ വരുന്നത്. എല്ലാം പുറത്തുനിന്നാണ് തന്നെ. ഓക്കെ ഓക്കെ. അപ്പൊ നമ്മളത് തായ്ലാൻഡോ അങ്ങനെ ഒരു രാജ്യത്ത് തെർമൽ പേപ്പർ തന്നെ. നമുക്ക് ഇപ്പൊ ഞാനത് എങ്ങനെ പിന്നെ നിങ്ങൾ ഫസ്റ്റ് നമുക്ക് ഇത് തന്നു കഴിഞ്ഞാൽ പിന്നെ നമ്മളിത് വേറെ ആർക്കും കൊടുക്കില്ലല്ലോ ഖത്തറില്, നമ്മൾ തന്നെ അയക്കില്ലേ? ഫുള്ളായിട്ട് എടുക്കാൻ ചെയ്യാൻ ഖത്തർ ഫുള്ളായിട്ട് ചെയ്തു, കുഴപ്പമില്ല, നോ പ്രോബ്ലം. അല്ല ഫസ്റ്റ് നമ്മൾ തുടങ്ങിയ പിന്നെ സൗദിയിൽ കുറെ പേർക്ക് കൊടുത്തിട്ടുണ്ട് ഓൾറെഡി. ഓക്കെ ഓക്കെ. അല്ല സൗദിയിലല്ല, ഖത്തറിൽ നമ്മളിപ്പോ എക്സ്ക്ലൂസീവ് ആയിട്ട് നമ്മൾ തന്നെ മൊത്തം ചെയ്യാം. അതായത് നിങ്ങൾക്ക് ഏതെങ്കിലും എൻക്വയറി വന്നാൽ നിങ്ങൾ നമുക്ക് തരണം, നമുക്കല്ലേ നമ്മളെ ഖത്തർ വേണമെങ്കിൽ ബ്ലോക്ക് ചെയ്തെടുത്തോ. അങ്ങനെ നമുക്ക് പിന്നെ വേറെ ഒരു എൻക്വയറി നമ്മൾ അടിക്കല്ലോ അവിടെ. അതുകൊണ്ടാണ്. എന്താ വെച്ചാൽ ഖത്തർ തന്നെ ഒരുപാടില്ലേ, ആകെ കുറച്ചേ ഉള്ളൂ. ഞാൻ ഇവിടെ ബക്രയില, ദോഹ എന്ന് പറഞ്ഞ ദോഹ തന്നെയാണ്. കുറച്ച് ബക്രയിലല്ലേ? ഞാൻ മുന്താസിലുണ്ടായിരുന്നു. അൽ മുന്താസ. മുന്താസിൽ വന്നിട്ടുണ്ടോ? മുന്താസിലുണ്ടായിരുന്നു. പിന്നെ ഞാൻ ഖലീഫ സ്റ്റേഡിയത്തിന്റെ പ്രോജക്റ്റിലുണ്ടായിരുന്നു. അതെന്ത് പ്രോജക്റ്റില്? ഖലീഫ ഞാൻ ശരിക്കും പറഞ്ഞ മെക്കാനിക്കൽ ഫീൽഡിലുണ്ടായിരുന്നു. ഓ അങ്ങനെ. ഞാൻ അവിടെ ഡിസൈൻ ഇൻചാർജ് ആയിരുന്നു. ഞാൻ ദാറിൽ വർക്ക് ചെയ്യുന്നത്. ശരി ശരി. ദാറുൽ ഹന്തസ കൺസൾട്ടന്റിലാണ്. കൺസൾട്ടന്റ്. ഞാൻ മെട്രോ എനിക്ക് മെയിൻ ആയിട്ടും പിന്നെ HVAC ഡിസൈൻ അങ്ങനെ ഞാൻ പുസ്തകങ്ങളൊക്കെ ഇറക്കിയിട്ടുണ്ട്. HVAC പിന്നെ സ്വന്തമായിട്ട് മറ്റേ ബുക്സും കാര്യങ്ങളൊക്കെ ഒരുപാടുണ്ട്. അപ്പൊ ഈ ഇപ്പൊ അടുത്താണല്ലോ നാട്ടിലേക്ക് പോയത്? അല്ല, ഞാൻ പോന്നിട്ട് ഇപ്പൊ 10 വർഷം. 2015 പോന്നത്. 2016 അപ്പൊ ഈ ഫിഫന്റെ എന്തിനോടല്ലായിരുന്നു? ഇല്ല, അതിനൊക്കെ മുമ്പ് ഞാൻ പോന്നു. പോകുന്നല്ലേ. ഓക്കെ ഓക്കെ. ഞാൻ ആ പ്രൊജക്ടിലേക്ക്, ഞാൻ ആ മെട്രോന്റെ പ്രൊജക്റ്റിലാണ് വന്നത് ഇവിടേക്ക് വീണ്ടും. ശരി. ഖത്തർ മെട്രോ. ഖത്തർ മെട്രോന്റെ ഇപ്പൊ എയർപോർട്ടാ ചെയ്യുന്നത്. ഖത്തർ മെട്രോയുടെ 1-2 സ്റ്റേഷൻസ് നമ്മുടെ കമ്പനി ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ ഖലീഫ സ്റ്റഡി എനിക്ക് തോന്നുന്നത് മറ്റേ ഇവരിലായിരുന്നു, മിഡ്മാക്. മിഡ്മാക് ആണ് നമ്മളെ കോൺട്രാക്ടറാണ് ഇപ്പൊ എയർപോർട്ടില്. അവരിപ്പോ അഹമ്മദ് എയർപോർട്ട് ചെയ്യുന്ന. ഹമാദ് എയർപോർട്ട്. എക്സ്റ്റൻഷൻ എയർപോർട്ടിന്റെ 1-2 ചെറിയ സംഭവം ഞാൻ ചെയ്തിട്ടുണ്ട്. ഒന്ന് ഈ അതിനകത്ത് ചെറിയൊരു ഔട്ട്ലെറ്റുകൾ വരികയല്ലേ, HVAC കുറെ ഡിസൈനും കാര്യങ്ങളൊക്കെ ഫൈനലൈസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ. ഓക്കെ ഓക്കെ. അപ്പൊ നമുക്ക് ഇത് പിന്നെ വെള്ളിയാഴ്ച ഞാനും നമ്മുടെ ഒരു സെയിൽസിന് ഒരാളും കൂടെ നമ്മൾ ഇരുന്ന് കഴിഞ്ഞാൽ നമുക്ക് ഇതിനൊരു ക്ലാസ് തരാൻ ആരെങ്കിലും ഉണ്ടാവോ? ഡെമോ തരാലോ. ഡെമോ അറേഞ്ച് ചെയ്ത് തരും. ഡെമോ പിന്നെ ഇൻസ്റ്റാൾ ചെയ്യേണ്ട കാര്യങ്ങളും ഈ പ്രിന്റിന്റെ നമുക്ക് പറഞ്ഞു കൊടുക്കും കൂടെ വേണമല്ലോ. പിന്നെ തീർച്ചയായിട്ടും. അപ്പോ അതിനു വേണ്ടിട്ട് ഞാൻ നമ്മൾ ആ സെയിൽസിനുള്ള പുള്ളിയായിട്ട് നമ്മൾ ഒരുമിച്ചിരിക്കാം. അപ്പൊ അന്നേക്ക് നമുക്കൊരു ക്ലാസ്, പിന്നെ ഇതിന്റെ എമൗണ്ടും കാര്യങ്ങളൊക്കെ ഒന്ന് നിങ്ങൾ പറഞ്ഞു തരണം. എങ്ങനെയാണ് ഇവിടെയുള്ള പ്രൈസ് നമ്മൾ ഫിക്സ് ചെയ്തിട്ട് നമ്മൾ കൊടുക്കും. നിങ്ങൾ അവിടുന്ന് ഒരു പ്രൈസ് തന്നു കഴിഞ്ഞാല് എന്നിട്ട് നമ്മൾ ആ ഇയർ മൊത്തം സർവീസിന്റെ കാര്യങ്ങൾ നമ്മൾ ഇവിടുന്ന് ചെയ്തു കൊടുക്കും. അവർക്ക് എന്തൊക്കെയാ ഡൗട്ട് ഫുള്ളായിട്ട് ആദ്യമൊന്നും ചെയ്യാൻ പറ്റത്തില്ല. ഇല്ല, അതറിയാം. സർവീസിന്റെ ഏതെങ്കിലും ഇഷ്യൂസ് വരുന്നുണ്ടല്ലോ, അവിടുന്ന് തീർക്കാൻ പറ്റാത്ത എന്തെങ്കിലും സംഭവം കോൺടാക്ട് ചെയ്യണം. അതെന്തായാലും വേണ്ടി വരും. അതെന്താ വെച്ചാൽ മുഴുവൻ നമുക്കൊരു വർഷമെങ്കിലും വേണ്ടി വരും. ഇതൊന്നും അറ്റ്ലീസ്റ്റ് കുറച്ച് കാര്യങ്ങള് ക്ലിയർ ആയിട്ട് ചെയ്യണമെന്നുണ്ട്. എപ്പോഴും നമുക്ക് എന്തായാലും ഒരാളെന്തായാലും വേണ്ടി വരും. നമ്മൾ ചെയ്തു കൊടുക്കാൻ തുടങ്ങി കഴിഞ്ഞാൽ ഒരാൾ നമ്മളെന്തായാലും സപ്പോർട്ട് ചെയ്ത് തരേണ്ടി വരും. അപ്പോ ചെറിയ ചെറിയ കാര്യങ്ങൾക്ക്, അതായത് അവരുടെ ഡൗട്ട് കാര്യങ്ങളൊക്കെ നമുക്ക് ഇവിടുന്ന് ക്ലിയർ ചെയ്ത് കൊടുക്കാൻ പറ്റും. ഇന്റേണൽ ആയിട്ടുള്ള എന്തെങ്കിലും എറർ വരുന്ന കാര്യങ്ങളൊക്കെ എന്തായാലും നിങ്ങളെ സൈഡിൽ സപ്പോർട്ട് എന്തായാലും വേണ്ടി വരും. തീർച്ചയായിട്ടും. മെയിൻ ആയിട്ട് ശരിക്കും പറഞ്ഞാൽ ഇപ്പൊ ചിലപ്പോ ഈ ചില കമ്പ്യൂട്ടറിലൊക്കെ SQL ഇൻസ്റ്റാൾ ആകാത്ത പ്രശ്നങ്ങളൊക്കെയാണ് മിക്കവാറും വരുന്നത്. അപ്പൊ ഒന്ന് ഫോർമാറ്റ് ചെയ്ത് രണ്ടാമത് ഇൻസ്റ്റാൾ, ചിലപ്പോ SQL തന്നെ വേറെ ഇൻസ്റ്റൻസ് ക്രിയേറ്റ് ചെയ്തിട്ട് നമുക്ക് ഇൻസ്റ്റാൾ ചെയ്യാൻ പറ്റും. അങ്ങനെ ചെറിയ സംഭവങ്ങളൊക്കെ വരാറില്ല, അതുകൊണ്ട് വേറെ കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ളൊന്നും വരാറില്ല. അപ്പൊ പിന്നെ എന്താണ് ഇപ്പൊ ചെയ്യേണ്ടത്? നമ്മൾ ഫസ്റ്റിലായിട്ട് എങ്ങനെയാണ് ഇതിന്റെ ഡീലിങ്സ്? ഇതിന്റെ പ്രൈസും കാര്യങ്ങളൊക്കെ ഞാൻ ഡീറ്റെയിൽസ് അയച്ചു തരാം, കൊട്ടേഷനൊക്കെ അയച്ചു തരാം. ഫുൾ ഖത്തർ വേറെ റീസെലർ ഞാൻ വെക്കാത്ത രീതിയിലുള്ള കൊട്ടേഷൻ ചെയ്തു തരാം. അപ്പൊ നിങ്ങൾക്ക് തന്നെ സ്വന്തമായിട്ട് ചെയ്യാം. പിന്നെ റെസ്റ്റോറന്റ് സോഫ്റ്റ്വെയർ വേണമെങ്കിൽ അതും തരാം കേട്ടോ. റെസ്റ്റോറന്റ് നല്ല സോഫ്റ്റ്വെയർ വിത്ത് മൊബൈൽ ആപ്ലിക്കേഷൻ ഒക്കെ ഉണ്ട്. നല്ലൊരു സോഫ്റ്റ്വെയർ നമ്മുടെ റെസ്റ്റോറന്റ്. അത് നല്ല രീതിയിൽ ഇല്ലാവുന്ന സോഫ്റ്റ്വെയർ നമ്മുടെ റെസ്റ്റോറന്റ്, സ്പെഷ്യലി ഫോർ വാറ്റ് എഡിഷൻ. അത് റെസ്റ്റോറന്റ് ആകുമ്പോൾ ഗുണം ഒട്ടും സർവീസ് ഇല്ലെന്നുള്ളതാണ് ഏറ്റവും മെയിൻ.
ബില്ലിംഗ് സോഫ്റ്റ്വെയർ ആകുമ്പോൾ ഇടയ്ക്കിടയ്ക്ക് എന്തെങ്കിലുമൊക്കെ സർവീസ് ഒക്കെ വരും. റെസ്റ്റോറന്റ് ഒട്ടും സർവീസ് വരാറില്ല. ഇപ്പൊ ഈ റെസ്റ്റോറന്റ് സോഫ്റ്റ്വെയറിൽ എന്താണ് ബെനിഫിറ്റ്, അഡീഷണൽ ബെനിഫിറ്റ് എന്തൊക്കെയാണ് വരുന്നത്? അതിനകത്ത് നമുക്ക് ബില്ല് ബില്ലിംഗ്, ടേബിൾ മാനേജ്മെന്റ് സിസ്റ്റം, ഹോം ഡെലിവറി ഒക്കെ ഉണ്ട് അതിനകത്ത്. ഹോം ഡെലിവറി ഒക്കെ അതല്ല, അതിൽ മാതിരി നമുക്ക് ഇങ്ങനെ ഓഫേഴ്സും കാര്യങ്ങളോ കസ്റ്റമേഴ്സിന് അയക്കാൻ പറ്റുമോ? അതൊന്നുമില്ല. ഇല്ല. അത് അതായത് നമുക്ക് വാട്സാപ്പിന്റെ ഇപ്പൊ ഒരുപാട് ആൾക്കാർ വാട്സാപ്പിന്റെ പാനൽ കൊടുക്കുന്നുണ്ട്, അതിനകത്തോട് ചെയ്താൽ മതി ഓഫേഴ്സ് അയക്കാനായിട്ട്. നമുക്ക് ഈ മെനു അയച്ചു കൊടുക്കാനുള്ള എന്തെങ്കിലും കാര്യങ്ങളുണ്ട്? ഇപ്പൊ ഡെയിലി മെനു അയച്ചു വാട്സാപ്പിലൂടെ, ഇതിപ്പോ നിങ്ങളത് ഓൾറെഡി വാട്സാപ്പ് കണക്ട് ആണ്, വർക്ക് കഴിഞ്ഞിട്ടാണല്ലോ. ഇന്ത്യയിൽ നമ്മൾ വർക്ക് ചെയ്യിക്കുന്നുണ്ട് വാട്സാപ്പ്. ഇവിടെ അതേമാതിരി ചെയ്യാൻ പറ്റില്ല. ഔട്ട് ഓഫ് സ്റ്റേറ്റ് കൊടുക്കുന്നില്ല വാട്സാപ്പ് ഇപ്പോ, കാരണം മിക്ക സ്റ്റേറ്റിലും വാട്സാപ്പിന്റെ പല APIs വർക്ക് ചെയ്യുന്നില്ല. ആണോ? ഇപ്പൊ തന്നെ എനിക്ക് തോന്നുന്നത് ഇപ്പൊ ദുബൈയിലൊക്കെ ആണെങ്കിലും വാട്സാപ്പ് ഡയറക്റ്റ് കോളിംഗ് ഒന്നും ഇല്ലല്ലോ. അപ്പൊ നമ്മുടെ API സിസ്റ്റം അവിടെ വർക്ക് ചെയ്യണമെന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കണം. ഞാൻ നോക്കിയിട്ടില്ല ശരിക്കും പറഞ്ഞാൽ. അല്ലെങ്കിൽ വാട്സാപ്പ് നമ്മളിപ്പോ ചെയ്യുന്ന സമയത്തുള്ള കുഴപ്പമെന്നറിയോ, 70 പൈസ വെച്ച് അവർ ചാർജ് ചെയ്യും. ഇന്ത്യൻ പൈസ 70. അവിടുത്തെ എത്രയാണെന്ന് എനിക്ക് അറിയത്തില്ല. എന്തിനു നമ്മൾ ഇത് കൊടുക്കുന്നതിനോ? ഓരോ മെസ്സേജിന് 70 പൈസ വെച്ചാ ചാർജ് ചെയ്യുന്നത് വാട്സാപ്പിന്റെ ഒറിജിനൽ API. നമ്മൾ സ്വന്തമായിട്ടൊന്നും ഉണ്ടാക്കിയിട്ടിരിക്കുക, അപ്പൊ അതിനകത്ത് പൈസ ഒന്നും ഇല്ല. അതായത് ഈ API നമ്മൾ അവരെടുത്ത് നിന്ന് എടുത്തുകൊണ്ട് ചെയ്യുമ്പോഴാണ് 70 പൈസ ചാർജ്. 2 തരത്തിലുണ്ട്. ഒന്ന് മെറ്റേന്ന് ഡയറക്റ്റ് മേടിച്ച് ചെയ്യുമ്പോൾ 70 പൈസ മെറ്റയ്ക്ക് കൊടുക്കണം. അതിന് പ്രത്യേകിച്ച് കുഴപ്പമൊന്നുമില്ല, കറക്റ്റായിട്ട് വർക്ക് ചെയ്യും. രണ്ടാമത്തത് നമ്മൾ സ്വന്തമായിട്ട് ഉണ്ടാക്കി വെക്കുന്നുണ്ട്. മിക്ക പ്രോഗ്രാമർമാരിലും ഉണ്ട് ഓരോ വാട്സാപ്പിന്റെ API സ്വന്തമായിട്ട് ഉണ്ടാക്കി. അതാകുമ്പോ വർക്ക് ചെയ്യുന്നില്ല. അപ്പൊ ഈ നമ്മൾ ഇതിന്റെ ഒക്കെ ഈ ഫുൾ അഡ്വാൻറ്റേജ് വരുന്ന വീഡിയോ കാര്യങ്ങൾ എന്തെങ്കിലും ഉണ്ടോ നമ്മളതിൽ? കുറെ വീഡിയോ ഉണ്ടാക്കിയിട്ടുണ്ട്. 4000 കൂടുതൽ വീഡിയോ ഉണ്ട് ഇപ്പൊ നമ്മുടെ വീഡിയോ. ഞാൻ കണ്ടിട്ട് ഒരുപാടുണ്ട്. അതല്ല, ഈ എല്ലാം കൂടെ ഒരുമിച്ചൊരു 2-3 മിനിറ്റിനുള്ളിൽ നിൽക്കുന്ന അങ്ങനത്തെ വീഡിയോ എന്തെങ്കിലും ഉണ്ടോ? ഒരാളങ്ങനെ നമ്മൾ ഫസ്റ്റിലായിട്ട് പരിചയപ്പെടുത്താൻ വേണ്ടി കുറെ വീഡിയോസ് ഉണ്ടാക്കേണ്ടി വരും നമുക്ക്, ചെറുത് അങ്ങനെ ഉണ്ടാക്കണമെങ്കിലേ. അല്ല, ഇപ്പൊ ഞാനിപ്പോ ഒരു സോഫ്റ്റ്വെയർ, ഇപ്പൊ നമ്മളിപ്പോ ഒരു മൊബൈൽ ഫോണിന്റെ ഒരു പരസ്യം കൊടുക്കുമ്പോൾ അതിൽ എന്തൊക്കെ ഫീച്ചേഴ്സ് ഉണ്ട് എന്നുള്ളതിന്റെ ഒരു വീഡിയോ ഉണ്ടാകുമല്ലോ. ഞാനൊരു കാര്യം ചെയ്യാം, നമ്മുടെ ഈ സോഫ്റ്റ്വെയർ ഫീച്ചേഴ്സിന്റെ ഒക്കെ ഒരു എക്സൽ ഷീറ്റ് ഉണ്ടാക്കിയിട്ടുണ്ട്. അത് ഞാൻ ഷെയർ ചെയ്ത് തരാം. കണ്ടുപോകുന്ന ഫീച്ചേഴ്സ് ഉണ്ട്. അപ്പൊ അതിന്റെ എക്സൽ ഷീറ്റ് ഞാൻ ഷെയർ ചെയ്ത് തരാം. അത് വെച്ചപ്പോ നമുക്ക് ചെയ്യാൻ പറ്റുമോ? അത് വെച്ച് നമുക്ക് വീഡിയോ ചെയ്യാൻ പറ്റും. അപ്പൊ നമുക്ക് ആ നമ്പറിൽ ഒന്ന് വിളിച്ചോ. എന്താ പറ്റുന്നതെന്ന് വെച്ച് കഴിഞ്ഞാലേ വെള്ളിയാഴ്ച ഉള്ളൂ ഫ്രീ ആകുന്നത്. വെള്ളിയാഴ്ച നമുക്ക് എന്താ വെച്ചാൽ ഇവിടെ ലീവാണ്. അപ്പൊ ആ സമയത്ത് നമ്മൾ ഫുൾ ഫ്രീ ആണ്. ഏത് സമയത്താണ് നമുക്ക് ഓക്കെ ആണ്. വെള്ളിയാഴ്ച വിളിച്ചോ, എന്നിട്ട് നമുക്കത് ചെയ്യാം. ഓക്കെ. അപ്പൊ എനിക്ക് ഡീറ്റെയിൽ പ്രൈസും കാര്യങ്ങളൊക്കെ ഒന്ന് വിട്ടു തന്നാൽ എല്ലാം റെഡി ആക്കിയിട്ട് ഞാൻ ഇവിടെ കോൺടാക്ട് ചെയ്തിട്ടും പറയാം. ശരി, ഓക്കെ. എന്നാ ഓക്കെ, നമസ്കാരം. താങ്ക് യു. ബൈ.